മരുന്നിന് ഒരു മാസത്തേക്ക് 20,000 മുതൽ 18,000 ഒക്കെയാണ് മരുന്നിന് വരുന്നത്. ഒരു നിലയ്ക്കും വാങ്ങാതിരിക്കാൻ കഴിയില്ല. പക്ഷെ മരുന്നില്ലെങ്കിൽ മുന്നോട്ട് പോകില്ല. എനിക്കുള്ളത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് 15 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള വണ്ടൂരിലെ ഏക സർക്കാർ നിയന്ത്രിത സഹകരണ വിദ്യാലയം വണ്ടൂർ കോഓപ്പറേറ്റീവ് കോളേജ്, പോലീസ് സ്റ്റേഷന് സമീപം, വണ്ടൂർ. ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, ടൗൺ സ്ക്വയർ, കാളികാവ് റോഡ്, വണ്ടൂർ. My Generation Digital Hub. വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം തുടർ ചികിത്സക്ക് പണം കണ്ടെത്താൻ സുമനസ്സുകളുടെ സഹായം തേടി വണ്ടൂർ സ്വദേശിയും കുടുംബവും. അമ്പലപ്പടി കോളനിയിലെ പെരിഞ്ചേരി വേലായുധന്റെ കുടുംബമാണ് മരുന്ന് വാങ്ങാൻ പോലും പണമില്ലാതെ പ്രയാസം അനുഭവിക്കുന്നത്. വൃക്കരോഗം കണ്ടെത്തിയതിനെ തുടർന്ന് 2016 വണ്ടൂർ അമ്പലപ്പടി കോളനിയിലെ പെരിഞ്ചേരി വേലായുധന് ഡയാലിസിസ് ആരംഭിക്കുന്നത്. എന്നാൽ വൃക്ക മാറ്റിവെക്കൽ അനിവാര്യമായി വന്നതോടെ 2017 ഇദ്ദേഹം ശസ്ത്രക്രിയക്ക് വിധേയനാവുകയായിരുന്നു. ഇളയ സഹോദരനായ ചന്ദ്രൻ വൃക്ക നൽകാൻ സന്നദ്ധനായി. തുടർന്ന് 2 മാസത്തെ ആശുപത്രിവാസം ഉൾപ്പെടെയുള്ളവർക്കായി ലക്ഷങ്ങളാണ് കുടുംബത്തിന് ചെലവ് വന്നത്. ഇതിന് ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് സഹായം നൽകിയിരുന്നു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം തുടർ ചികിത്സക്കും മരുന്നുകൾക്കുമായി ഓരോ മാസവും 10,000 ചിലവ് വരുന്നതെന്ന് വേലായുധൻ പറയുന്നു. കാരുണ്യം സർക്കാരിന്റെ സഹായങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഉപയോഗിച്ച് ഏതാണ്ട് 2009 വരെയൊക്കെ കഷ്ടിച്ച് മരുന്നും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി. പക്ഷെ അതിനുശേഷം നാട്ടുകാരുടെയും വീട്ടുകാരുടെയും എല്ലാ സഹായം കൊണ്ടാണ് കഷ്ടിച്ച് ഇതുവരെ മരുന്ന് വാങ്ങിയത്. മരുന്നിന് ഒരു മാസത്തേക്ക് 20,000 മുതൽ 18,000 ഒക്കെയാണ് മരുന്നിന് വരുന്നത്. ഒരു നിലയ്ക്കും വാങ്ങാതിരിക്കാൻ കഴിയില്ല. പക്ഷെ മരുന്നില്ലെങ്കിൽ മുന്നോട്ട് പോകില്ല. എനിക്കുള്ളത് ആരും സഹായിക്കാൻ ഒന്നുമില്ലാത്തൊരവസ്ഥയാണ്. ഭാര്യ ഷീജ സമീപത്തെ ഒരു ടൈൽസ് വ്യാപാര സ്ഥാപനത്തിൽ ശുചീകരണ ജോലി ചെയ്ത് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് കുടുംബം കഴിഞ്ഞു വരുന്നത്. +1 പ്രവേശനം കാത്തു നിൽക്കുന്ന മൂത്ത മകൻ അമൽജിത്ത്, 10ാം തരം വിദ്യാർത്ഥിയായ അഭിജിത്ത് എന്നിവരുടെ പഠനം പോലും നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോവാൻ കഴിയാത്ത നിലയിലാണ് കുടുംബം. സാമ്പത്തികമായിട്ട് മരുന്ന് വാങ്ങിക്കാൻ കഴിയുന്നില്ല. നാട്ടുകാരും എല്ലാവരും സഹായിച്ചിട്ടായിരുന്നു, വീട്ടുകാരും സഹായിച്ചിട്ടായിരുന്നു മരുന്ന് മുന്നോട്ട് പോയിരുന്നത്. ഇപ്പോൾ ഒരു നിവൃത്തിയില്ല. 2 മക്കളും ഉണ്ട്. അവർക്ക് വിദ്യാഭ്യാസം അടിച്ചു തുടയ്ക്കാൻ പോകുന്നുണ്ട്. അതിന് തുച്ഛമായ സംഖ്യ കിട്ടുള്ളൂ. അത് കുട്ടികളെ വിദ്യാഭ്യാസം മരുന്നിൻ്റെ ഒന്നും കഴിയണില്ല. നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും അകമഴിഞ്ഞ സഹായം ലഭിച്ചെങ്കിലും സാധാരണക്കാരായ ഇവർക്കും താങ്ങാവുന്നതിൽ കൂടുതലാണ് നിലവിലെ ചിലവുകൾ. ഓരോ മാസവും മരുന്നിന് മാത്രം 20,000 രൂപ വരെയാണ് ചെലവ് വരുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയി വരുന്നതിനുള്ള ചിലവുകൾ വേറെയും. ഈ സാഹചര്യത്തിലാണ് സുമനസ്സുകളുടെ സഹായം തേടുന്നതെന്ന് വേലായുധന്റെ ഭാര്യ സഹോദരൻ സത്യനാഥൻ പറഞ്ഞു. തുച്ഛമായ വരുമാനം കുട്ടികളെ പോറ്റാനോ വിദ്യാഭ്യാസം കഴിയുമ്പോഴത്തെ ചെലവിന് പോലും ബുദ്ധിമുട്ടുള്ളൊരു അവസ്ഥയിൽ കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അളിയന് ഏകദേശം 10-20,000 റുപ്യേൻ്റെ മരുന്ന് മാസം വരുന്നുണ്ട്. അത് ഇതുവരെ എല്ലാവരും കൂടെ സഹായിച്ചിട്ട്, നാട്ടുകാരും എല്ലാവരും സഹായിച്ചിട്ടാണ് നടന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ജീവൻ നിലനിർത്തണമെങ്കിൽ തന്നെ നല്ല മനസ്സുകളുടെ സഹായം ഉണ്ടെങ്കിൽ ഇപ്പോൾ നടക്കുള്ളൂ. ലൈഫ് മിഷൻ വഴി ലഭിച്ച വീട് പണി പാതി വഴിയിൽ നിലച്ചതോടെ സഹോദരിയുടെ വീട്ടിലാണ് വേലായുധനും കുടുംബവും ഇപ്പോൾ താമസം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വണ്ടൂർ ശാഖയിലാണ് വേലായുധന്റെ പേരിൽ സേവിങ്സ് അക്കൗണ്ട് നിലവിലുള്ളത്. അക്കൗണ്ട് നമ്പർ 3782759506, മൊബൈൽ നമ്പർ 9747941143. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. എന്നാലേ എന്റെ പൊന്നാരേട്ടൻ ഈ ഡ്രസ് വാങ്ങിത്താ. എന്റെ ശിവ, അതിനല്ലേ നമ്മുടെ ലൈബ വെഡിങ് സെന്റർ. ഏത് ഡിസൈനിലുള്ള ഡ്രസ്സും അവിടെ കിട്ടും. ലൈബ വെഡിങ് സെന്റർ, വെഡിങ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ, പൂക്കോട്ടുംപാടം, വണ്ടൂർ. ബ്രാൻഡഡ് തുണിത്തരങ്ങളും പ്യുവർ കോട്ടൺ മെറ്റീരിയൽസുകളും അനായാസം പർച്ചേസ് ചെയ്യുവാൻ ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിച്ചിങ്, പാണ്ടിക്കാട് റോഡ്, പള്ളിക്കുന്ന്, വണ്ടൂർ. നിങ്ങളുടെ വസ്ത്രം പറയട്ടെ നിങ്ങളുടെ വ്യക്തിത്വം.